നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പുളിശ്ശേരി റെഡിയാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിളാണ് ഞാൻ എടുത്തിരുന്നത്. അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം, പച്ചമുളക്. അപ്പോൾ ഞാനൊരു 3 എണ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടിപ്പോകണ്ട കേട്ടോ. ഒരുപാട് മുളക് പൊടി കൂടിപ്പോയാൽ നമ്മുടെ യെല്ലോ കളറിൽ നമ്മുടെ കറി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് വേണം നിങ്ങൾ പഞ്ചസാരയുടെ അളവ് നിശ്ചയിക്കാൻ. അധികം മധുരമില്ലാത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താലും മതിയാകും. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ശർക്കര നീര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് പൈനാപ്പിൾ നല്ല പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വരും. അത് നമുക്ക് അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ എടുക്കുന്നതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മുഴുവനെപ്പാടുള്ള പൊടിക്കാത്ത കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ നല്ല ജീരകം അതും ചേർത്ത് കൊടുക്കാം. അതും ഒരുപാട് കൂടി പോകണ്ട. അപ്പോൾ ജീരകത്തിൻ്റെ കുത്ത് മുന്നിട്ട് നിൽക്കും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു 2 വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക ആദ്യം തന്നെ. അതിനുശേഷം അരയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നീട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ ഇത് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ ഇതാ തേങ്ങ ഞാൻ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ പൈനാപ്പിൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്നല്ലോ, അതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുളിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള വേവായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾ കാളൻ്റെ രൂപത്തിലാണ് പൈനാപ്പിൾ എടുക്കുന്നതെങ്കിൽ, പൈനാപ്പിൾ കാളനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ തേങ്ങയുടെ അരപ്പ് നല്ല കട്ടിക്ക് നല്ല മഷി പോലെ അരച്ചതിന് ശേഷം വെള്ളം കൂടി പോവാതെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പൈനാപ്പിൾ നോക്കിയാൽ തന്നെ കാണാം, ഇതിൽ ഇച്ചിരി വെള്ളമുണ്ട്. നമ്മൾ പുളിശ്ശേരിയുടെ രൂപത്തിൽ എടുക്കുന്നത് കൊണ്ട് ആ വെള്ളം പ്രശ്നമല്ല. കാളനായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ വെള്ളം പൈനാപ്പിളിൽ മൊത്തം വറ്റിച്ചതിന് ശേഷം മാത്രം തേങ്ങയുടെ അരപ്പ് ഒഴിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുളിശ്ശേരിക്ക് കറക്റ്റ് പരുവത്തിനുള്ള കുറച്ച് ചാറ് വേണമല്ലോ, അപ്പോൾ അതിനുള്ള കറക്റ്റ് വെള്ളമുണ്ട് ഇതിൽ. ഇനി ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല, കാരണം ഇനി നമ്മൾ തൈരും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ലൂസാവും. അതേപോലെ തന്നെ ഈ തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി നേരം കഴിയുമ്പോൾ, കറി വെച്ചതിന് ശേഷം കുറച്ചും കൂടി നേരം കഴിയുമ്പോൾ ഒന്നും കൂടി കറി നമുക്ക് തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് തൈരാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ
ഇപ്പം ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുക്കുമെന്ന് വെച്ച് നിങ്ങളും അത്ര തന്നെ ചേർത്ത് കൊടുക്കരുത്. നിങ്ങളുടെ എടുക്കുന്ന തൈരിൻ്റെ പുളിയും കൂടി നോക്കിയിട്ട് വേണ്ടോ ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം അത് നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഞാൻ എടുത്തിരുന്ന തൈര് ആവശ്യത്തിനുള്ള പുളിയുണ്ട്, പക്ഷേ അത്ര കട്ടി ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്ര ലൂസായിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കട്ടിയുള്ള നല്ല കട്ട തൈരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ഫോക്ക് വെച്ചിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ തൈര് ചേർത്തതിന് ശേഷം നമ്മൾ കറി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് നമ്മളുടെ കറി. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ സമയത്തൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു പരുവം മതി, തിളപ്പിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ താളിച്ചൊഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് കടുകും ഉലുവയൊക്കെ ഒന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു നുള്ളു ഉലുവയും കൂടി ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉലുവയും അതേപോലെ തന്നെ കടുകും ഒന്ന് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇതേപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകും കടുകും ഉലുവയൊക്കെ നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സമയം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി നമ്മുടെ നല്ല സ്വാദിഷ്ടമായ നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കളറ് ക്ലിയർ ആയിട്ട് കാണുമോയെന്ന് അറിയില്ല, ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് നല്ല അടിപൊളി കളറിൽ നല്ല യെല്ലോ കളറിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്